ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നിങ്ങളുടെ സ്വന്തം മുഷ്താഖ് സാറാണ്. നമ്മുടെ SSLC ഓണം എക്സാമിൽ എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മുഖദ്ദിമ തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത് അല്ലേ. അതായത് ഒരു ചാനൽ ചർച്ചയിലൊക്കെ നടക്കുന്ന ഒരു പരിപാടിയിലേക്ക് ഒരു ആങ്കർ ആയിട്ട് വരുന്ന ഒരാൾ ഒരു മുഖദ്ദിമ എന്താക്കേണ്ടതുണ്ട്, പ്രസന്റ് ചെയ്യേണ്ടതുണ്ട്. ആ മുഖദ്ദിമയെ കുറിച്ച് എന്തായാലും നമ്മളൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ എങ്ങനെയാണ് അതിനെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മുഖദ്ദിമയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സ്റ്റഡി നമ്മളിവിടെ നടത്താൻ വേണ്ടി പോവുകയാണ്. ആദ്യം തന്നെ ഒരു മുഖദ്ദിമയുടെ മോഡൽ നമ്മൾ നോക്കുന്നു. അതിനുശേഷം മുഖദ്ദിമ സംബന്ധിച്ചുള്ള ഒരു ചോദ്യം നമ്മൾ വായിക്കുന്നു. അതിനുശേഷം ആ ചോദ്യം എങ്ങനെ ഒരു മുഖദ്ദിമ രൂപത്തിലേക്ക് നമ്മൾ മാറ്റുന്നു. ഈ 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ എന്താക്കാൻ വേണ്ടി പോകുന്നത്. ഈ മുഖദ്ദിമ ഒരു അടിപൊളിയായിട്ട് മുഖദ്ദിമ എന്ന് പറയുന്ന ഭാഗം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ. ഒരു മുഖദ്ദിമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചാനൽ ചർച്ച അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പരിപാടിയിൽ ഒരു ആങ്കർ നടത്തുന്ന ഒരു ഇൻട്രൊഡക്ഷൻ, അതിനാണല്ലോ മുഖദ്ദിമ എന്ന് പറയാറുള്ളത്. അപ്പോൾ ആ മുഖദ്ദിമയുടെ എന്തൊക്കെ വേണം? ഫസ്റ്റ് ആയിട്ട് അൽ മുഷാഹിദൂൻ അൽ ഐസ എന്ന് പറയുന്ന ഒരു ടേം നമ്മൾ ഉപയോഗിക്കണം. അതായത് പ്രിയ ശ്രോതാക്കൾ എന്നുള്ള രീതിയിലേക്ക്, സ്നേഹം നിറഞ്ഞ ഓഡിയൻസ് എന്നുള്ള രീതിയിലേക്ക് നമ്മളൊരു സെൻറ്റൻസ് ആദ്യം തന്നെ ഉപയോഗിക്കും. പിന്നെ അഹലം ബിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലാ ഗുർഫത്തിൽ ആറ, നമ്മൾ ഈ ഒരു അഭിപ്രായ റൂം എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബറ കനാത്ത് അൻ നെഹ്ല, നെഹ്ല എന്ന് പറയുന്ന ചാനലിലൂടെയുള്ള ഈ ഒരു ഗുർഫത്തുൽ ആറ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ അല്ലേ. ഈ ഭാഗം നമ്മുടെ പാഠഭാഗത്തിൽ ഉള്ളത് തന്നെയാണ്. അത് ആദ്യം ഒന്ന് ഇത് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മുഖദ്ദിമയിൽ ഉണ്ടാകേണ്ടത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുകയാണ്. അതിനുശേഷമാണ് നമ്മൾ ചോദ്യം ഡിസ്കസ് ചെയ്യുക. ഓക്കെ അല്ലേ. പിന്നെ നസ്തമിയു ദായിമൻ, നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് ഇലൽ അഖ്ബാർ, വാർത്തകളിലേക്കും, വൽ മുഹാവാത്ത്, ചർച്ചകളിലേക്കും, അനി തഗയ്യുറിൽ മുനാഹ്, കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച്. അപ്പോൾ ഇതാണ് ഇവിടെ ടോപ്പിക് ഉള്ളത് അല്ലേ. ഈ ഒരു ചർച്ചയുടെ, ഈ ഒരു മുനാഖശയുടെ ടോപ്പിക് എന്ന് പറയുന്നത് തഗയ്യുറുൽ മുനാഹ് എന്ന് പറയുന്നതാണ്. അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ് ചർച്ച നടക്കുന്നത് എന്നുള്ളത് നമ്മൾ എവിടെ പറയണം? നമ്മുടെ മുഖദ്ദിമയിൽ പറയണം. ഓക്കെ അല്ലേ. വനറ അന്നഹു, നമ്മൾ കാണുന്നുണ്ട്, അഭിപ്രായപ്പെടുന്നുണ്ട്, ഹഖീഖത്തുൻ മുഖീഫത്തുൻ ഫിൽ ആലമിൽ മുഅസ്സിർ, സമകാലിക ലോകത്ത് ഇത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ. എല്ലാ മുഖദ്ദിമയിലും ഉൾപ്പെടുത്താൻ പറ്റിയൊരു കോട്ടിങ് ഒരു സെൻറ്റൻസ് അല്ലാതെ. അതെ. ഓക്കെ. അടുത്ത് നോക്കൂ. മഅന, നമ്മളോട് കൂടെയുണ്ട്, ഫി ഹാദിഹിൽ ഹൽഖ, ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെയുണ്ട്, ളുയൂഫുൻ കിറാം, എന്ത്, ബഹുമാനപ്പെട്ട അതിഥികൾ. ആരൊക്കെ? അൽ ഉസ്താദത്തു റന കരീമ, ബാഹിസത്തുൻ ഫി തഅസ്റാത്തി തഗയ്യുറിൽ മുനാഖ് അല്ലേ. അതായത് ആദ്യം പേര് പറയുന്നു, നമ്മുടെ അതിഥിയുടെ പേര് പറയുന്നു, ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹദിയുടെ ആ ഒരു അതിഥിയുടെ പോസ്റ്റ് എന്താണ്? ബാഹിസത്തുൻ, ഗവേഷകയാണ്, ഫി തഅസീറാത്തി തഗയ്യുറിൽ മുനാഖ്, കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ള വിഷയത്തിൽ ഒരു ഗവേഷകയാണ്. അപ്പോൾ ആദ്യം അതിഥിയുടെ പേര് പറയുന്നു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പദവി എന്താണെന്ന് പറയണം. ഓക്കെ അല്ലേ. പിന്നെ ആരുണ്ട്? ദുക്തൂർ മുന മറിയം, പേര് പറഞ്ഞു, രണ്ടാമത്തെ അതിഥിയുടെ പേര് പറഞ്ഞു. നാഷിത്തത്തുൻ ബിയ, ഒരു പരിസ്ഥിതി പ്രവർത്തക എന്നുള്ള അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് പറഞ്ഞു. പിന്നെ വൽ ഉസ്താദ് ജോൺ ജോസഫ്, മൂന്നാമത്തെ അതിഥിയുടെ പേര് പറയുന്നു. റയീസുൽ കിസ്മുൽ ജഗ്രാഫിയ ഫി ജാമിയത്തുൽ ഉലൂം, സയൻസ് യൂണിവേഴ്സിറ്റിയിലെ ജോഗ്രഫി ഭാഗത്തിൻ്റെ ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ പദവി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിഥികളെ പറയണം, അവരുടെ പോസ്റ്റ് എന്താണെന്ന് നമ്മൾ കൊടുക്കണം. ഓക്കെ അല്ലേ. ഏറ്റവും അവസാനമായിട്ട് അഹ്ലം മർഹബൻ, സ്വാഗതം, ബിൽ ളുയൂഫിൽ കിറാം, ഈ സ്പെഷ്യൽ ആയിട്ടുള്ള അതിഥികൾക്ക് സ്വാഗതം, ഇലാ ഗുർഫത്തിൽ ആറ, നമ്മൾ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മുഖദ്ദിമ ഉണ്ടാകാറുള്ളത്. മുഖദ്ദിമയിൽ ഉൾപ്പെടുത്തേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാനലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, എന്ത് വിഷയത്തെ കുറിച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഈ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട അതിഥികൾ ആരൊക്കെയാണ് അതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു മുഖദ്ദിമയിൽ കൊടുക്കണം. ഈ മുഖദ്ദിമയോട് ഒരു ചോദ്യം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നോക്കടാ. നുറാജിൽ മുഖദ്ദിമ വഅദ് മുഖദ്ദിമത്തൻ ലിമുനാഖശത്തി ഹൗല തഅസിറാത്തി തലവുസിൽ ബിയ ഹസ്ബൽ ഇർഷാദാത്ത്, ഒരു മുഖദ്ദിമ നമ്മൾ നല്ല രീതിയിൽ പരിശോധിക്കുക. എന്നിട്ട് തയ്യാറാക്കുക മുഖദ്ദിമത്തൻ, മറ്റൊരു മുഖദ്ദിമ, ലി മുനാഖശത്തി, ഒരു ഡിബേറ്റിനുള്ള, ഒരു ഡിസ്കഷനുള്ള, ഹൗല തഅസീറാത്തി തലവുസിൽ ബിയ, പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ളതിനെ കുറിച്ച്, ഹസ്ബൽ ഇർഷാദാത്ത്, സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഇർഷാദാത്ത് എന്ന് പറഞ്ഞാൽ സൂചകങ്ങൾ അല്ലേ. എന്നിട്ട് ഇവിടെ ഒരുപാട് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. കനാത്ത്, കനാത്ത് എന്ന് പറഞ്ഞാൽ ചാനൽ എന്നല്ലേ. ഏതാടാ ചാനൽ? നബുല എന്നാണ് ചാനലിൻ്റെ പേര്. ഓക്കെ. അപ്പോൾ നമ്മൾ മുഖദ്ദിമയിൽ ഉൾപ്പെടുത്തേണ്ട ചാനലിൻ്റെ പേര് നബുല എന്ന് കിട്ടിയിട്ടുണ്ട്. മൗലു, വിഷയം എന്താണ്? തഅസീറാത്തു തലവുസിൽ ബിഅ,
പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ എഫക്റ്റുകൾ എന്നുള്ളതാണ് ടോപ്പിക്ക്. ഓക്കെ അല്ലേ? അൽ മുഷാരിക്കുൻ എന്ന് പറഞ്ഞാൽ പങ്കെടുക്കുന്നവർ. ഓക്കെ അല്ലേ? ഈ ഒരു ഡിബേറ്റിൽ, ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ. ദുക്തൂർ ജോർജ് ജോസഫ് നാഷിത്തുൽ ബിയ, ഇതാണ് പേര്. അദ്ദേഹത്തിൻ്റെ പദവി നാഷിത്തുൽ ബിയ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ആളാരാ? അൽ ഉസ്താദു ഹന ഖദീജ മുദരിസത്തുൽ ഉലൂം, സയൻസ് ടീച്ചറാണ്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അൽ ഉസ്താദു ഹസൻ മന്നാൻ പേരാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് എന്താണ്? ബാഹിസുൻ ഫി അഖ്താരി തലവുസുൽ ബി അല, ബാഹിസുൻ അദ്ദേഹം ഒരു ഗവേഷകനാണ്. ഫി അഖ്താർ അപകടങ്ങളെ കുറിച്ചുള്ള, തലവുസുൽ ബിയ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ അപകടങ്ങളെ കുറിച്ചുള്ള ആ വിഷയത്തിൽ ഗവേഷണം നടത്തുന്ന ഒരു ഗവേഷകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇർഷാദാത്തുകൾ നമുക്ക് തന്നിട്ടുള്ള സൂചകങ്ങളാണ് ഈ പറയപ്പെട്ടതെല്ലാം. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു മുഖദ്ദിമയാണ് നമ്മൾ സെറ്റാക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചു പോയിട്ട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ള ഇതേ മുഖദ്ദിമയുടെ ആ ഒരു മാറ്റർ വെച്ചിട്ട് പേരുകൾ മാത്രം മാറ്റി കൊടുത്ത് നമുക്ക് അടിപൊളി ഒരു മുഖദ്ദിമ നമുക്ക് സെറ്റാക്കാൻ വേണ്ടി സാധിക്കും. നോക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് തന്നെ അൽ മുഷാഹിദൂൻ അൽ ഐസ, എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമുക്ക് കൊടുത്തൂടെ? ഓക്കെ, കൊടുക്കാം. അഹലം ബിക്കും ഇല ഗുർഫത്തിൽ ആറ, എല്ലാവർക്കും ഈ ഒരു ഗുർഫത്തിൽ ആറ എന്ന് പറയുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. അബ്ര കനാൽ ചാനൽ മുഖേന, നബ്ല അല്ലെ, ഇവിടെ നെഹ്ല എന്നായിരുന്നു നമ്മൾക്ക് തന്ന ചോദ്യത്തിൽ, നെബുല എന്നാണ്. അപ്പോൾ നമ്മൾ അത് മാറ്റി കൊടുത്തു. കനാത്ത് എന്ന് പറഞ്ഞാൽ ചാനലാണ്, അപ്പോൾ അതിൻ്റെ പേര് നമ്മൾ മെല്ലെ മാറ്റി കൊടുക്കുക. പിന്നെ നസ്തമിയു ദായിമൻ ഇലൽ അഖ്ബാർ വൽ മുലാഹലാത്ത് എന്നും നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട്. അൻ തഅസീറാത്തു തലവുസുൽ ബിഅ പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്നുള്ള വിഷയത്തിൽ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നോക്കിയ മുഖദ്ദിമയിൽ മറ്റു വിഷയമായിരുന്നു, നമുക്ക് തന്ന ചോദ്യത്തിലുള്ള വിഷയം ഇതാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അൻ എന്ന് പറയുന്ന പദത്തിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ടോപ്പിക് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? വനറ അന്നഹു ഹഖീഖത്തുൻ മുഖീഫത്തുൻ ഫിൽ ആലമിൽ മുഅസ്സിർ, സമകാലിക ലോകത്ത് ഇത് പേടിപ്പെടുത്തുന്ന ഒരു സത്യം തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നുണ്ട്, നമ്മൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ഓക്കെ അല്ലേ? ആദ്യത്തെ മുഖദ്ദിമയിലുള്ള അതേ സംഗതി തന്നെ എല്ലാ മുഖദ്ദിമയും നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. സെറ്റ്. ഇനി ബാക്കി നോക്കൂ. മാന നമ്മളോട് കൂടെയുണ്ട് ഫി ഹാദിൽ ഹൽഖ, ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ കൂടെയുണ്ട് ളുയൂഫിൻ കിറാം ബഹുമാനപ്പെട്ടിട്ടുള്ള അതിഥികൾ. എന്നിട്ട് ആരൊക്കെ? ഇവിടെ നമ്മൾ മുഷാരിക്കുന പങ്കെടുക്കുന്ന 3 ആൾക്കാരെ പേര് പറഞ്ഞില്ലേ, ആ 3 ആൾക്കാരെ പേര് നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുന്നു. ദുക്തൂർ ജോർജ് ജോസഫ് നാഷിത്തുൽ ബിയ, അൽ ഉസ്താദു ഹന ഖദീജ മുദരിസത്തുൽ ഉലൂം, അൽ ഉസ്താദു ഹസൻ മന്നാൻ ബാഇസു ഫിൽ അഖ്താരി തലവുസുൽ ബിയ. ആ 3 ആൾക്കാരെ പേരുകളും അവരുടെ പോസ്റ്റുകൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളോട് ചോദ്യം ചോദിക്കുക അങ്ങനെയായിരിക്കും. വിഷയം തരും, അതോടൊപ്പം ചാനൽ ഏതാണെന്ന് തരും, അതോടൊപ്പം പങ്കെടുക്കുന്ന മുഷാരിക്കീങ്ങൾ ആരൊക്കെയാണെന്ന് തരും. അപ്പോൾ അവരുടെ പേരുകളൊക്കെ വെച്ചിട്ട് ചാനലിൻ്റെ പേര് തന്നെ പറയുക. അതിനുശേഷം എന്ത് വിഷയത്തെ പറ്റിയിട്ടാണ് ഈ ഒരു ഡിസ്കഷൻ നടക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. ആരൊക്കെ പങ്കെടുക്കേണ്ടതൊക്കെ നിങ്ങൾ കൊടുക്കുക. ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി പോവുക. എന്നിട്ട് ഏറ്റവും അവസാനം അഹ്ലൻ വ മർഹബൻ ബിൽ ളുയൂഫിൽ കിറാം ഇലൽ ഗുർഫത്തിൽ ആറ, ഇവിടെ എത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട അതിഥികൾക്കെല്ലാം ഈ ഒരു ഗുർഫത്തിൽ ആറ എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഓക്കെ അല്ലേ? ഇതേ രൂപത്തിൽ ഒരു കിടില മുഖദ്ദിം നിങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 3 സ്റ്റെപ്പിലൂടെ നമ്മൾ കടന്നുപോയി. ആദ്യം ഒരു മുഖദ്ദിമ നല്ല രീതിയിൽ നോക്കി, എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം നമ്മൾ നോക്കി, ആ ചോദ്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കി, ആ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു മുഖദ്ദിമ നമ്മൾ തയ്യാറാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സെറ്റാക്കി പോയാൽ ഒരു മുഖദ്ദിമ നിങ്ങൾക്ക് സെറ്റാക്കി കൂടെ? മുഷാഹിദൂൻ അൽ ഐസ, അഹലം ബിക്കും ഇലാ ഗുർഫത്തിൽ ആറ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇന്ന് നൈറ്റ് തന്നെ നമ്മൾ എന്താകുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രഡിക്ഷൻ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം അങ്ങോട്ട് വരിക. എന്നാൽ കൂടുതൽ ചോദ്യങ്ങളായിട്ട് നമുക്ക് എന്താവാം അവിടെ ചർച്ച ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്ന ഒരുപാട് ചോദ്യങ്ങളായിട്ട് നമ്മൾ ഇന്ന് രാത്രി തന്നെ നമ്മൾ എന്താകുന്നുണ്ട്, അടിപൊളിയായിട്ട് ലൈവിൽ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.